സത്യത്തിന്റെ മുഖം പലപ്പോഴും വികൃതമായിരിക്കും. അപ്പോൾ നമ്മൾ അറിയുന്ന മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നമ്മളത് ആ ഒരു ആംഗിൾ പല ആൾക്കാരിലും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത് പലർക്കും ഇഷ്ടപ്പെടുന്ന വരത്തില്ല. അപ്പോൾ ഏതായാലും അതിൻ്റെ ഒരു നേര് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളും ചിന്തിക്കുക എന്നുള്ളതേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞാൻ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയാൻ, കുടിവെള്ളത്തിന്റെ പ്രശ്നം തന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഇപ്പം ചെറുകുന്നം നെല്ലിമുകൾ റോഡിനെ കുറിച്ച് പറയാനാണ്. അത് നമ്മുടെ MLA മുൻകൈ എടുത്ത് ലോകോത്തര നിലവാരത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ള റോഡാണ്. ഇപ്പോൾ അത് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. പിന്നെ റോഡിനെ കുറിച്ച് ഇപ്പം നിലവിൽ കംപ്ലൈന്റ് ഒന്നുമില്ല. പിന്നീട് എന്താന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എന്നാൽ തന്നെയും ഒരു അടിപൊളി റോഡ് തന്നെയാണ്. അപ്പോൾ ഈ റോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ കുടിവെള്ള പ്രശ്നം കൂടെ ചേർത്തൊരു കാര്യം പറയാനാണ്. അപ്പം കുടിവെള്ള പ്രശ്നം ഏതെങ്കിലും രീതിയിൽ പമ്പ് ഹൗസിൽ നിന്ന് പരിഹരിച്ച് വന്നാൽ തന്നെയും ഇപ്പം വാട്ടർ അതോറിറ്റിക്കാർക്ക് പിന്നെ കുടിവെള്ളത്തിന്റെ രീതിയിൽ ജനങ്ങൾക്കും ഒരു സർപ്രൈസ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ റോഡ് പുതിയതായിട്ട് 10-20 ദിവസം കൊണ്ട് നിർമ്മിച്ച് ഇപ്പൊ പൂർത്തിയായിരിക്കുകയാണ്. ഇത്രയും ദിവസം കൊണ്ട് നമുക്ക് വെള്ളമില്ലാതിരുന്നത് എവിടെയാണ് പൈപ്പ് കണക്ഷൻ പല ഭാഗങ്ങളിലും ഇപ്പം ഞങ്ങൾ തന്നെ അറിഞ്ഞിട്ടുള്ള നെല്ലിമുകൾ ചക്കൂച്ചിറ വഞ്ചിയുടെ അവിടെ നിന്ന് പൊട്ടി, അങ്ങോട്ട് പോകുമ്പം മുണ്ടപ്പള്ളി മേളോട് ചെല്ലുന്ന സ്ഥലത്ത് മില്ലിൻ്റെ അവിടെ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വെള്ളം ഉണ്ടായിരുന്ന സമയത്ത് ലീക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴും പൊട്ടുന്ന ഭാഗങ്ങളാണ്. അപ്പം ഇങ്ങനെ നിരവധി ഭാഗങ്ങളിൽ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. അപ്പം ഇപ്പം വെള്ളമില്ലാത്തത് കൊണ്ട് ഈ പൊട്ടലുകൾ അറിയാതെയാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് ടാർ ചെയ്ത് പോയേക്കുന്നത്. അപ്പോൾ ഇപ്പം അടുത്ത പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതിസന്ധിയിലാക്കുന്ന പ്രശ്നം, വെള്ളം അങ്ങോട്ട് ഓൺ ചെയ്യുമ്പം പല ഭാഗങ്ങളിലും പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. റോഡും നാശമാകാൻ ചാൻസ് ഉണ്ട്. അതുവഴി വീണ്ടും നമ്മൾ കുടിവെള്ള പ്രശ്നം നമുക്ക് വീണ്ടും പരിഹരിക്കപ്പെടാത്ത ഒരു കീറാമുട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം അതിനേയും കൂടെ ഉള്ള മുൻകരുതലുകൾ എത്രയും പെട്ടെന്ന് അതിനുള്ള പണിക്കാരെ ആയാലും അത് എത്രയും പെട്ടെന്ന് ആ പണി പൂർത്തീകരിച്ച് കിട്ടാനുള്ള ആളുകളെയൊക്കെ പിന്നെ അധികൃതർ സ്വരുക്കൂട്ടി വെച്ചിട്ട് വേണം വെള്ളം സ്റ്റാർട്ട് ചെയ്യാനെന്നുള്ള കാര്യം കൂടി പറയാനുണ്ട്. ഇതുവരെ വെള്ളം എത്തിയിട്ടില്ല. വെള്ളം എത്തുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ അറിയിക്കുകയാണ്. എന്നിട്ട് ഇനി എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ഇട്ടിട്ടും പൊങ്കാലിട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ അറിഞ്ഞ സത്യം കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാമെങ്കിൽ മനസ്സിലാക്കുക, ചിന്തിക്കാമെങ്കിൽ ചിന്തിക്കുക. ഇനി ഏതായാലും ഉള്ളൊരു സന്തോഷ വാർത്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വെള്ളപ്രശ്നം ഏതെങ്കിലും വിധത്തിൽ എന്ത് കാണിച്ചായിട്ടായാലും അതൊന്ന് പുനഃസ്ഥാപിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ റോഡ് തകർന്ന് വെള്ളം പൈപ്പ് പൊട്ടി പോകുന്നത് കാരണമാണ് ഇനി കടമ്പനാട് 2-ാം വാർഡിന്റെ പ്രദേശങ്ങളിൽ വെള്ളം എത്താതിരിക്കുന്ന അടുത്തൊരു പുതിയ കാരണമായിട്ട് വരുന്നത്. എന്തായാലും ഈ കുടിവെള്ള പ്രശ്നം എപ്പോഴും ഒരു ദുരന്തമായിട്ടും കടമ്പനാട് ജനങ്ങളെ സംബന്ധിച്ച്, കടമ്പനാട് പ്രത്യേകിച്ച് 2-ാം വാർഡിലെ ജനങ്ങളെ സംബന്ധിച്ച് അതൊരു കീറാമുട്ട്. MLAയുടെ ഫണ്ടിൽ നിന്നും നിർമ്മിച്ചിട്ടുള്ള ലോകോത്തര നിലവാരത്തിൽ തന്നെ നിർമ്മിച്ചെന്ന് പറയപ്പെടുന്ന ഈ റോഡ് ഇനി കുടിവെള്ള പ്രശ്നത്തിന്റെ പേരിൽ കുത്തിക്കീറുമോ വെട്ടിപ്പൊളിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കയിൽ കൂടിയാണ് നമ്മുടെ ഇവിടുത്തുള്ള ജനങ്ങളുടെ ഒരു ചിരകാല സ്വപ്നമാണ് റോഡെന്ന സ്വപ്നമാണ് പൂവണിഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇനി ഈ കുടിവെള്ളത്തിന്റെ പേരിൽ പൈപ്പുകൾ കണക്ഷൻ പൊട്ടുന്നതിന്റെ പേരിൽ പൈപ്പിന്റെ പൊട്ടലുകൾ കാരണം കുത്തിപ്പൊളിക്കാനൊന്നും ഇടവരുത്തരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾ കഴിയുന്നത്.